ഹായ് ഹലോ ആൻഡ് എവറി വൺ ബാക്ക് ടു അവർ വീഡിയോ. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പം ഇന്നത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയാണ് കേട്ടോ പോകാൻ പോകുന്നത്. അത് എങ്ങനെയാണ് പോകാൻ പോകുന്നതെന്നറിയോ? സൈക്കിളിലാണ് കേട്ടോ. അപ്പം സൈക്കിളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു, അതുകൊണ്ട് കൊട്ടയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ പോകുന്നത്. എൻ്റെ വീടിൻ്റെ വളരെ അടുത്ത് ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ മാമിയും കിച്ചുമുണ്ട്. അങ്ങനെ പോയി നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ മുട്ടായി കടയിൽ കയറുന്നത്, കുറച്ച് മുട്ടായൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ അടുത്ത സ്റ്റോപ്പ്, ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ വീടാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സൈക്കിളിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് ഇടയ്ക്കൊക്കെ വെച്ച് സംസാരിച്ചാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി കേട്ടോ. അടുത്തെത്തി ഇതിപ്പം ഇവിടെ ഒരുപാട് മാങ്ങ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കിച്ചുണ്ട് കേട്ടോ. ഒരുപാട് മാങ്ങയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് പോകണം. കയറി പറിച്ചുകൊണ്ട് പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞൊരു ടെമ്പിൾ സെറ്റപ്പും ഉണ്ട്. ഇപ്പുറത്ത് ഒരു കുഞ്ഞൻ ഗണപതി ക്ഷേത്രം. ഞാനും കിച്ചും കൂടെ ഒരു വഴി കയറുകയാണ്, മാമി അപ്പുറത്തെ വഴി. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് കയറി പോവുകയാണ്. നമ്മൾ ട്രെയിൻ കാണാൻ വന്നത് കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ. നമ്മളിവിടെ ട്രെയിൻ കാണാൻ വന്നത്. അങ്ങനെ വീണ്ടും അതേപോലെ തന്നെ ഞങ്ങൾ വീണ്ടും വരികയാണ്. മാമിയും കിച്ചുവും ഞാനും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഞങ്ങളെ അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്നത് ഒരു രസമാണല്ലോ അല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ സൈഡ് വന്നിട്ട്. ഈ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്നിരുന്ന ട്രെയിനൊക്കെ കണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമാണ് ഈ ഒരു ഈവനിങ് ടൈമിൽ. അങ്ങനെ ഞങ്ങൾ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അങ്ങനെ ട്രെയിൻ വരുന്നില്ല ഗൈസ്. ട്രെയിൻ വരാൻ 7 മണിയാവും. ഇപ്പോൾ സമയം 6 മണിയായിട്ടേ ഉള്ളൂ. 7 മണിയാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പറക്കി, ഷോളൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് റെയിൽവേ ട്രാക്കിൽ ഇവിടെ നടക്കുന്ന ഞാൻ. പക്ഷേ ഇവിടുത്തെ റെയിൽവേ ട്രാക്കിൽ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ ഒരുപാട് രസമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഞങ്ങൾ സൈക്കിൾ വെച്ച് സ്ഥലത്ത് പോയി. സൈക്കിളൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ പഴയ പൊസിഷനിൽ ഫോണൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം പോയി. അങ്ങനെ കുറച്ചായപ്പം നമ്മുടെ മുട്ടായിക്കടയിൽ വെച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ പോയി കുറേ നേരം. ഞാൻ കുറേ ട്രാവൽ ചെയ്തു കേട്ടോ. അത്രയൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഈ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോർ ചെയ്യില്ല. ഇങ്ങനെ വഴിയൊക്കെ ഇവിടുത്തെ റോഡ് ഭയങ്കര സ്മൂത്താണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കോക്കറിയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഫോണിൻ്റെ ലെൻസിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് കാണുമ്പോൾ ബൈ. അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ മുട്ടായി കടയിലെത്തി. അങ്ങനെ അവിടെ ചെന്നപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മുട്ടായി കട. അവിടെ ചെന്നപ്പം ഞാൻ ആഗ്രഹിച്ച എൻ്റെ മുട്ടായി ഇല്ല, അതായത് ബബിൾ ഗം ബൂമറില്ല. അതുകൊണ്ട് ഞാൻ സെൻറ്റർ ഫ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തിരി വാങ്ങിച്ചു, ബന്ന് വാങ്ങിച്ചു, പിന്നെ കുറച്ച് മുട്ടായി വാങ്ങിച്ചു. സെൻറ്റർ ഫ്രഷ് എൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൊട്ടയിലാക്കി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ലാസ്റ്റ് സ്റ്റോപ്പാണ് എൻ്റെ വീടെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ഈവനിങ് നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലപോലെ റെയിൽവേ സ്റ്റേഷനിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരുപാട് നേരം അവിടെ നിന്ന് കാത്തിരുന്നു ട്രെയിനിന്, പക്ഷെ വന്നില്ല. അപ്പോൾ അതുവരേക്കും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ചാ.